സോ വെൽക്കം ബാക്ക് അഗെയിൻ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ പെർഫ്യൂമായിട്ടാണ്. അതായത് നസീം പെർഫ്യൂംസ്. നസീം പെർഫ്യൂംസ് യു ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ബ്രാൻഡാണ്, പെർഫ്യൂം ഹൗസാണ്. സോ അതിൻ്റെ ഒരു പെർഫ്യൂമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ ഇതാണ് നസീം ഫ്ലെയിം. ഇതൊരു ബേസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ് നസീം എന്നത്. അതായത് ഒരുപാട് ആൾക്കാർ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവും നസീമിൻ്റെ പെർഫ്യൂംസ്. ഇവർ ഏറ്റവും കൂടുതൽ ഇറക്കുന്നത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അതായത് അക്വ ഫ്രാഗ്രൻസ് ആണ് അവർ മെയിനായിട്ട് ഇറക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പെർഫ്യൂം ഓയിൽ ഇറക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബഹൂർ, ഊദ് മുഅത്തർ, ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് സെൽ ചെയ്യുന്നത്. സോ ഇതാണ് ടോട്ടൽ, അതായത് ഒരു പാക്കേജിങ് ഡിസൈൻ ഒക്കെ വരുന്നത്. ഒരു ഔട്ടർ ബോക്സ് ഒക്കെ ഫ്ലെയിം എന്നാണ് പെർഫ്യൂമിൻ്റെ പേര് വരുന്നത്. സോ ഈ ഫ്ലെയിമിൻ്റെ സെയിം ഡിസൈൻ ഒക്കെ പോലെ തന്നെ ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലെയിമിൻ്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ബോക്സ് എന്താ പറയുക ഇറക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ബാക്കിൽ ഒരു മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും പിന്നെ അതേപോലെ ബാച്ച് നമ്പറും ഒക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. മുകളിൽ അതേപോലെ നസീമിന് ബാഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു എംബോസിങ് ഡിസൈൻ പോലത്തെ രീതിയിലാണ് ആ ലെറ്റേഴ്സ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അതായത് ഈ ഫ്രണ്ടിലെ ഈ നസീം എന്നും ഈ ഫ്ലെയിം എന്നതും ഒരു എംബോസിങ് രീതിയിൽ, അതായത് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആവും തോന്നുന്നു കണ്ടിട്ട്. ആൻഡ് ബോട്ടം ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഡിസൈൻ വരുന്നത്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. എനിക്ക് ഈ ബോക്സ് കുറച്ച് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള, അതായത് വലുപ്പമുള്ള ബോക്സ് ആണ്. നോർമൽ ടൈപ്പ് പേപ്പർ, അതായത് ടെക്കിൻ ബോക്സ് ആണ്, പേപ്പർ ബോക്സ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇന്നർ ഒരു പ്രത്യേക രസമുണ്ട്. അതായത് നമ്മളുടെ ഹാർഡ് ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഇന്നർ ഇതിന്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയയിൽ അവർ QR കോഡ് കൊടുത്തിട്ടുണ്ട് നസീമിന്റെ. ദെൻ ഇതിന്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. അതായത് നമ്മളൊരു ഹാർഡ് ബോക്സ് നിന്നൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെയാണ്. അതായത് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് വന്നിട്ട് പിന്നെ നമുക്ക് ആ ബോട്ടിൽ കാണാൻ പറ്റും. ആ ബോട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു സ്റ്റക്ക്, അതായത് ലോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പെർഫ്യൂം ബോട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, കാരണം ഡാർക്ക് ആയതുകൊണ്ട്. ആ ഇന്നർ ബോക്സ് ഫുൾ ബ്ലാക്ക് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോളിലാണ് ഈ ബോട്ടിൽ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ബോക്സിംഗ് വരുന്നത്. സോ ഇതാണ് ബോട്ടിൽ വരുന്നത്. അവർ ഈ ഒരു ലൈനിൽ, അതായത് ഈ നസീം അക്വ ഫ്രാഗ്രൻസിൽ ഒരു ഒരു സീരീസ് ഉണ്ട്. ഒരു 5-6 ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. എക്സാക്ട്ലി ഐ ഡോണ്ട് നോ. ബട്ട് ആ ഒരു സീരീസിലെ ഒരു പെർഫ്യൂമാണ് ഫ്ലെയിം. അപ്പോൾ എനിക്ക് ഒരു ഡിസൈനും അതിന്റെ ആ നെയിമൊക്കെ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഒരു ബ്ലൈൻഡ് ബൈ ആയിട്ട് മേടിച്ചതാണ് ഈ പെർഫ്യൂം. ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു നോർമൽ ഫ്രാഗ്രൻസിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. അതായത് ഒരു കുറച്ചും കൂടിയും ഒരു ആംബറി ടോണൊക്കെ കൊടുത്തിട്ടുള്ള കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആയിരുന്നു. പക്ഷെ ഭയങ്കര ഹെവി ഡാർക്ക് ഒന്നല്ല. ഒരു എന്താ പറയാ, ഒരു ഡിഫറെന്റ് നോർമൽ ഒരു പെർഫ്യൂംസിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ബോട്ടിൽ ഡിസൈൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം ബോട്ടിൽ, അതായത് ഇങ്ങനത്തെ ഒരു മോഡൽ തന്നെയാണ് അവർ ഓൾമോസ്റ്റ് ആ ഒരു സീരീസിൽ കൊടുത്തിട്ടുള്ളത്. അവർ എല്ലാ പെർഫ്യൂംസും, അതിൽ അക്വ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂം ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ പെർഫ്യൂംസ് ഉണ്ട്. ആ ഓരോ പെർഫ്യൂംസിലും ഇങ്ങനത്തെ സെയിം ഡിസൈനെ കൊടുത്തിട്ടുള്ള കളറിലെ ഡിഫറൻസ്, അതായത് ഈ ബോട്ടിലിന്റെ പെയിന്റിങ്ങിൽ വന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അതിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ക്യാപ്പ് വരുന്നത് ഒരു ഗോൾഡൻ കളർ ക്യാപ്പാണ്. അതേപോലെ തന്നെ ഗോൾഡൻ കളർ ഷോൾഡർ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നസീംന്ന് ലേബൽ ചെയ്തിട്ടുണ്ട് ഈ എന്താ പറയാ ക്യാപ്പിന്റെ ടോപ്പിൽ വരുന്നത്. സോ ഇതൊരു 80 ml പെർഫ്യൂമാണ്. അതായത് ഇതിന്റെ കോൺസെൻട്രേഷൻ വരുന്നത് 80 ml ആണ്. പിന്നെ ഇതൊരു അക്വ ഫ്രാഗ്രൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അക്വ ഫ്രാഗ്രൻസ് നിങ്ങൾ കണ്ടോ? ഒരു വൈറ്റ് കളറിലാണ് ആ എന്താ പറയാ ജ്യൂസ് കാണാൻ സാധിക്കുന്നത്. അതായത് നമുക്കൊരു വൈറ്റ് കളറിലാണ് ആ ജ്യൂസ് വരിക. യൂഷ്വലി വാട്ടറും അതേപോലെ തന്നെ ഈ പെർഫ്യൂം ഇൻഗ്രീഡിയന്റും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കോമ്പൗണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വൈറ്റ് കളറായിട്ടാണ് ഇതിൽ ഫോം ചെയ്യുക. പിന്നെ നമ്മൾ ആ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനെ സോളിബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ പ്രോപ്പറായിട്ട് അതിന്റെ എന്താ പറയുക മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഓരോ സോളിബിലൈസറും അതേപോലെ മിക്സിങ് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യും. സോ അങ്ങനെ ടോട്ടൽ ഫൈനൽ പ്രോഡക്റ്റ് ഒരു വൈറ്റ് കളറിലൊക്കെ വരും. സോ ഇങ്ങനെയാണ് ഇതിന്റെ ജ്യൂസ് വരുന്നത്. സോ ഇതിന്റെ സ്പ്രേയർ നോക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫറെന്റ് ആവും. അതായത് ഈ നോർമൽ ആൽക്കഹോൾ പെർഫ്യൂംസും അതായത് വാട്ടർ ബേസ്ഡ് ആയ ഒരു ഫ്രാഗ്രൻസും തമ്മിലുള്ള ഡിഫറൻസ് ആ ജ്യൂസ് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ആറ്റമൈസർ അടിക്കുന്ന സമയത്ത് ഒരു വൈറ്റ് കാസ്റ്റ് ഫോം ചെയ്യും. അത് കുറച്ച് നേരത്തേക്കുള്ളൂ. പിന്നെ ആ വൈറ്റ് കാസ്റ്റ് കുറച്ച് സമയം എടുത്തിട്ടേ അത് ക്ലിയർ ആകത്തുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഹെവി ആവും. അതായത് നോർമൽ
എഥനോളിനെ പോലെയല്ല. എഥനോൾ കുറച്ചും കൂടി വോളറ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് കുറവായതുകൊണ്ടും കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് കിട്ടും നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത്. ഇത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്കരം അതായത് എന്താ പറയുക അക്യുമുലേറ്റ് ചെയ്ത് വരിക. സോ ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഈ വാട്ടർ പെർഫ്യൂംസും എഥനോൾ ബേസ്ഡ് പെർഫ്യൂംസും ആറ്റോമൈസർ അതായത് സ്പ്രേ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ്. കുറച്ചും കൂടിയും അതായത് വാട്ടർ അല്ലെങ്കിൽ ആ ഒരു പെർഫ്യൂം ജ്യൂസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വന്നിട്ട് ഫോം ചെയ്യും. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് ആ വൈറ്റ് കളറായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ആ ഒരു ജ്യൂസ് അവിടെ അങ്ങനെ ഫോം ചെയ്ത് കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് എന്താ ഡ്രൈ ചെയ്ത് പോവുള്ളൂ. കാരണം എഥനോൾ കുറച്ചും കൂടി വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് അത് ഡ്രൈ ആയി പോകും. സോ സ്റ്റിൽ യു ക്യാൻ സീ ആ ഒരു വൈറ്റ് കളറ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് പതുക്കെ ഡ്രൈ ആയി പോവുള്ളൂ. സോ അങ്ങനെ ആ ഒരു നെഗറ്റീവ് ഇഷ്യൂ ഈ വാട്ടർ ബേസ്ഡ് ഫ്രാഗ്രൻസിനുണ്ടാവും. സോ ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ എനിക്ക് ഇനീഷ്യലി ഫീൽ ചെയ്യുന്നത് അതായത് ഒരു ഗ്രീൻ കളർ അതായത് നമ്മള് ഒരു ഗ്രീനിഷ് വൈബാണ്. ടൊമാറ്റോ ലീഫ് എസൻഷ്യൽ ഓയിലിന്റെയും അതേപോലെ തന്നെ ആ ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു ലീഫി സ്മെല്ലാണ് അതായത് ഓപ്പണിങ്ങിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മൈൽഡ് ആവും. ഇത് മൈൽഡ് ആയിട്ട് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷം ആ ഒരു ഡ്രൈ ഡൗൺ ഒക്കെ വരുന്ന സമയത്ത് ഒരു ആംബറി അതേപോലെ തന്നെ ഒരു ചെറിയ റോസി ഒക്കെ ടച്ച് കൊടുത്തിട്ടുള്ള ഒരു പെർഫ്യൂം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സ്മെല്ല് വരുന്നത് അതായത് ഒരു മിഡിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആംബറി ടോണും അതേപോലെ തന്നെ ഒരു ബീച്ച് ടാറിന്റെയൊക്കെ അതായത് ഒരു സ്മോക്കി വൈബൊക്കെ കിട്ടുന്ന പിന്നെ അതേപോലെ തന്നെ ഒരു ലെതറി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെതർ സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബേസിലോട്ടൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടിയും എന്താ പറയുക ആ ലെതറും ആംബറും ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മെല്ലാണ് വരുന്നത്. ഒരു ഹെർബൽ ടച്ച് ഒക്കെ വരുന്നുണ്ട്. അതായത് ഒരു ഹെർബൽ ആയിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ ഇനീഷ്യലി വരുന്നുണ്ട്. ദെൻ എന്താ പറയാ, ഒരു പച്ചൂലിയുടെയൊക്കെ ആ ഒരു സ്മെല്ല്. പച്ചൂലിന്റെയൊക്കെ ഒരു ചെറിയ സ്പൈസിനെസ്സും അതേപോലെ തന്നെ ഇതൊരിക്കലും ഞാൻ ബ്ലൈൻഡ് ബൈ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾക്ക് മേടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എങ്കിൽ മാത്രം മേടിക്കുക. ഇത് ഐ തിങ്ക് ഇന്ത്യയിലും അവൈലബിൾ ആണ്. ഇപ്പോൾ യുഎഇയിലെ ഒരുവിധ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. ഇന്ത്യയിൽ അവർ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ അവിടെയും നിങ്ങൾക്ക് അതേപോലെ തന്നെ അതായത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഡിഫറന്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉണ്ട്. വേറെ ഈ ഒരു ലൈനിലല്ലാതെ തന്നെ ഒരുപാട് ഡിഫറന്റ് കാറ്റഗറിയിൽ തന്നെ അവർ പെർഫ്യൂംസ് ഇറക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല സ്മെല്ല് വരുന്ന ഫ്രാഗ്രൻസ് ആണ് അവരൊക്കെ ഇറക്കുന്നത്. സോ ഇതില് എനിക്ക് എന്താ പറയാ ഒരു ഡിഫറന്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത്. ഇതെനിക്ക് കുറച്ചും കൂടിയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതായത് റെപ്ലിക്കയുടെ ഫയർ പ്ലേസ് ഉണ്ട്. ആ ഒരു ഇതിന്റെയൊക്കെ വൈബാ എനിക്ക് ഫീൽ ചെയ്തത്. അത് സ്മെൽ വൈസ് അല്ല. അതായത് ഇതിന്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് അതായത് ഓർമ്മ വരുന്നത് ആ ഒരു പെർഫ്യൂമാണ്. ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്തപ്പോൾ അതിന്റെ ഡിസൈനും നെയിമും എല്ലാം കണ്ടപ്പോൾ. ഇത് കുറച്ചും കൂടി ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അതായത് ഒരു ഗ്രീനിഷ് വൈബൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പച്ചോലി അതേപോലെ തന്നെ ഒരു സ്പൈസിനെസ്സും പിന്നെ സിനമന്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്ന ഒരു പെർഫ്യൂം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സോ വാട്ടർ ബേസ്ഡ് ഫ്രാഗ്രൻസ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തു. ഈ വാട്ടർ ബേസ്ഡ് ഫ്രാഗ്രൻസിന്റെ അതായത് ഡിഫറൻസ് അതായത് വാട്ടർ ബേസ്ഡ് ഫ്രാഗ്രൻസും എഥനോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസും എങ്ങനെയാണ് അതിന്റെ ഡിഫറൻസ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ദെൻ.